പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്രാവശ്യം പുതിയ പാറ്റേണിലുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള ചോദ്യപേപ്പറുകളായതുകൊണ്ട് നമ്മൾ ഒരു 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഈ ചാനലിലൂടെ, ജലീൽ മാസ്റ്റർ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതിലൊന്നാമത്തെ ചോദ്യപേപ്പറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രകാരം ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതുകൊണ്ട് മക്കൾ നന്നായി പഠിച്ച് റെഡിയാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ SLC അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ്, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും മറ്റ് നോട്ട്സുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അത് പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ നോക്കൂ, ഇഖ്തറിൽ ഇജാബത്ത് സഹിഹ, ശരിയായ ഉത്തരം ചേർന്നെടുത്ത് എഴുതുക എന്നാണ്. മിൻ ദീവാനി അബുൽ ഖാസിം മുഹമ്മദ് ബിൻ ഷാബി. അബുൽ ഖാസിം മുഹമ്മദ് ബിൻ ഷാബിയുടെ ദീവാൻ ഏതാണ്? ഹദീസുൽ ഖമർ, അഗാനിൽ ഹയാത്ത്, അദ്ദിഅ്ബു വൽ ഗനം. ഫസ്റ്റ് യൂണിറ്റിലെ ചോദ്യമാണിത് അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാ യൂണിറ്റിൽ നിന്നും ചോദ്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അവ്വൽ ഇമ്രായത്തിൻ ദാത്തു അസ്ലിൻ ഹിന്ദിയത്തിൻ തോറത്ത് ഇലൽ ഫലാ, എന്താണ് സ്പേസിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജിയായ സ്ത്രീ ആരാണ്? സരീഷ പന്തല, സുനിത വില്യംസ്, കൽപ്പന ചൗള. നമ്മൾ പഠിച്ചത് കൽപ്പന ചൗള എന്നുള്ളതാണ് അല്ലേ. ഇഖ്തർ തൊക്കുമ ഇവിടെ അസ്സഹീഹ് എന്നുള്ളത് അൽ ഖാത്ത് എന്നാണ് വരേണ്ടത് കേട്ടോ. ഇതിൽ തെറ്റായ ജോഡി എന്നാണ്, സഹീഹ് എന്ന് അതിൽ കൊടുത്തിട്ടുള്ളത് തെറ്റായി എന്നാണ് വേണ്ടത് കേട്ടോ. അപ്പം ലഇബ ലാഇബുൻ എന്നുള്ളത് ശരിയായതാണ്. ലഇബയുടെ ഫായിലാണ് ലാഇബുൻ. കതബ മക്തബത്ത്, ഇത് തെറ്റായ ജോഡിയാണ്. കതബ കാത്തിബുൻ എന്നാണ് വരേണ്ടത്, ജലസ ജാലിസുൻ. അപ്പോൾ തെറ്റായ ഉത്തരം ഇതാണ്, കതബ മക്തബത്തുൻ എന്നുള്ളത്. ഇഖ്തർ തസ്രീഹൻ സ്വഹീഹൻ, ശരിയായ പ്രസ്താവന എഴുതുക എന്നുള്ളതാണ്. അഖ്ബല സുബ്ഹു യുഗന്നി ലിൽ ഹയാത്തിൻ നാഇസ, ഫസ്റ്റ് പാഠമാണ്. യഅതി സബാഹു ബിബഹാഇഹി വയുസയ്യിനുൽ ഖൗൻ, നസീമു സബാഹി യഹുസു ഔറാഖ സുഹൂർ, പ്രഭാതം വന്ന് പുതിയ ജീവിതത്തെ ഉണർത്തി എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഏതാ? ജാ സുബ്ഹു മുഗന്നിയൻ യുവയുഖിലുൽ ഹയാത്തൻ നായിമ, ഇതാണ് ഉത്തരം വരിക. ഓക്കെ, ഞാൻ അടുത്തത് അജിബ് അൻ അർബഅത്തി അസ്ഇല, 4 ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ഉക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. മിസാൽ എന്താണ്? കതബൽ വലതു റിസാല, എന്താണ്? കുട്ടി കത്തെഴുതി, അതുകൊണ്ട് ഹുവ കാത്തിബുർ റിസാല. കതബ വലതു റിസാല എന്തായി മാറി? ഇവിടെ ഹുവ കാത്തിബുർ റിസാല എന്നായി. അപ്പം ഇവിടെ ഈ കതബ എന്തായി? കാത്തിബായി. വലത് ഒഴിവാക്കപ്പെട്ടു, റിസാല എന്ന് വന്നു. അതാണ് പാറ്റേൺ. അപ്പം ജലസത്ത് ദാരിസത്തു അലൽ മഖാത്സ്, രണ്ടാമത്തെ വാക്കാണ് ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കതബ കാത്തിബായെങ്കിൽ ജലസ എന്താകും? ജലസത്ത് ദാരിസത്തു എന്നല്ല, ജലസത്ത് എന്നാണ് വരിക. ഓക്കെ മക്കളെ, ജലസത്ത് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഹിയ ജാലിസത്ത് എന്നാവും. ജലസത്ത് ജാലിസത്തു അലൽ മഖാത്സ്, ജലസത്തിൻ്റെ ഫായിൽ എഴുതാം, ജാലിസത്തു ഏതുപോലെ ദാരിസത്ത് എഴുതിയ പോലെ ഹിയ ജാലിസത്തുൻ അലൽ മഖാത്ത് എന്ന് വരും. അടുത്തത് ദഹബൽ വലതു വില സൂഖ്, കുട്ടി എവിടേക്ക് പോയി? അങ്ങാടിയിലേക്ക് പോയി. അപ്പം അങ്ങാടിയിലേക്ക് അവൻ പോകുന്നവനാണെന്നാണ് പറയുന്നത്. ഹുവ ദഹബയുടെ കൂടെ ദാഹിബുൻ, ഹുവ ദാഹിബുൻ ഇല സൂഖ് എന്നാവും. അടുത്തത് ലഇബത്ത് ത്വാലിബത്ത് ബിൽ ഖുറ, പെൺകുട്ടി വിദ്യാർത്ഥിനി പന്ത് കൊണ്ട് കളിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ഹിയ ലഇബത്ത് എന്താകും? ലാഇബത്തുൻ ബിൽ ഖുർവത്തി എന്നല്ല, ഖുറത്തി, വാ ഒഴിവാക്കണം കേട്ടോ. ഹിയ ലാഇബത്തുൻ ബിൽ ഖുറത്തി. അടുത്തത് ഖാമൽ ആമിലു അമാമൽ മസ്ന, ജോലിക്കാരൻ ഫാക്ടറിയുടെ മുമ്പിൽ നിന്നു. അപ്പോൾ ഹുവ ഖാമ എന്താകും? ഖായിമുൻ, ഖായിമുൻ അംസിയാണ് കേട്ടോ. ഖായിമുൻ അമാമൽ മസ്ന. ഔ, ഈ സെക്ഷനിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? കമ്മിലൽ ജുമല മുസ്തഖിദിമൻ അൽ കലിമാത്ത് ഫിൽ ഖൗസൈൻ, ബ്രാക്കറ്റിലുള്ളതിൻ്റെ ശരിയായ വാക്കുപയോഗിക്കുക. മഴ തബ്ദീലാത്തിൽ ലാസിമ, ഈ ബ്രാക്കറ്റിൽ ശരിയായ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇവിടെ അത് ശരിയായി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് സിഫത്ത് മൗസൂഫ് പഠിച്ചില്ല നമ്മൾ, നാഴത്ത് മനുഅത്ത്.
ഉദാഹരണം പറഞ്ഞാൽ ഇഷ്തറൈത്തു ഹഖീബത്തൻ, ഞാനൊരു ബാഗ് വാങ്ങിച്ചു. ഇപ്പൊ ജമീൽ എന്നുള്ളത് ജമീലത്തൻ, ഈ താ കൊടുക്കണം കേട്ടോ. ജമീലത്തൻ. ഹദറൽ ആമിലു, എന്താണ് ആമിൽ വന്നു. നഷീത്ത് എന്നുള്ള ഇവിടെ, അപ്പൊ ഇവിടെ അലിഫിലാം ഉള്ളതുകൊണ്ട് അൽ നഷീത്തു, അലിഫിലാം ഇട്ടിട്ട് നഷീത്തിന് എഴുതണം. അൻ നഷീത്തു എന്ന് തന്നെ എഴുതണം, എന്നാലും ഉത്തരമേ ഉള്ളൂ. കാരണം അൽ ആമിലൂന് ലമ്മാണ്, അപ്പൊ നഷീത്തു എന്ന് തന്നെ വരണം. റഅയ്തു തൊബീബൻ, ഞാനൊരു ഡോക്ടർ എന്നാണ് തൊബീബിനെ കണ്ടു. മാഹി റൻ, ഇത് ഇങ്ങനെ തന്നെ എഴുതി, നമ്മുടെ ഫതഹ് തൻവീൻ വേണം. റൻ, വിദഗ്ധനായൊരു ഡോക്ടറെ ഞാൻ കണ്ടു. സക്കനൽ ലൈഫു, അതിഥി താമസിച്ചു. ഫി ഖുർഫത്തിൻ, ഒരു മുറിയിൽ. ജദീദാണുള്ളത്, ഉർഫത്തിൻ മോനസ് ആയതുകൊണ്ട് ജദീദത്തിൻ എന്ന് തന്നെ വരണം അല്ലേ. ഓക്കെ, അടുത്തത് ഉക്തുബ് ഹസബൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക എന്നുള്ളതാണ്. അർറജുലുല്ലദി യത്ബഖു ത്വആം, ഫുഡ് തയ്യാറാക്കുന്ന ആള്. ഹുവ ത്വബ്ബാഖുൻ, അയാൾ കുക്കാണ് അല്ലേ. ഇത് നമ്മൾ എന്താണ് നമ്മൾ ഈ ആളുകളുടെ പേര് പഠിച്ചില്ല, ഉമ്മാലുകളുടെ പേര് പഠിച്ച ജോലിക്കാരുടെ, അതാണ് കേട്ടോ. അല്ലദി യുഖദ്ദിമു ത്വആം, ഫുഡ് നൽകുന്ന ആളാരാ? നാദിലുൻ അല്ലേ. നാദിലുൻ, നാദിൽ എന്ന് പറഞ്ഞാൽ വെയിറ്റർ, ഫാക്ടറിയിലെ വെയിറ്ററിന്. അല്ലദി യഖൂദു സയ്യാറ, കാറ് ഓടിക്കുന്ന ആൾ. ഹുവ സായിഖുൻ, സായിഖുൻ ഡ്രൈവറിന്, പഠിച്ചതാണ്. ഏഴാമത്തെ ചോദ്യം ഇഖ്റഇ സുത്തൂർ വ അജിബ് അനിൽ അസ്ഇല, വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. മൽ ഹദ്ഫു മിനൽ ഹയാത്ത്, ലഖദ് ജിഅ്നാ ഇല ദുനിയ മഅൻ ലിനഈഷ ഇഖ്വാന, നമ്മൾ ഭൂമിയിലേക്ക് വന്നത് ഇഖ്വാനായി ജീവിക്കാനാണ്. വനസഅദ ബിൽ ഹയാത്തി മഅൻ അഹിബ്ബ വ അഅവാന, നമ്മൾ ജീവിതത്തിൽ സന്തോഷിക്കാനാണ് സ്നേഹത്തോടെ. വലൗ ശിഅ്നാ അഹൽനാ ജന്നത്തൽ ഫിർദൗസ് ദുനിയാന, നമ്മൾ ഉദ്ദേശിച്ച നമുക്ക് ഇവിടെ ഒരു സ്വർഗം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദ്യം മൽ ഹദ്ഫു മിനൽ ഹയാ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലിനഈഷ ഇഖ്വാന അല്ലേ, സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് അല്ലേ. പിന്നെ വലോ കൈഫ നസ്ഉദു ബിൽ ഹയാത്ത്, നമ്മൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? നസ്ഉദു ബിൽ ഹയാത്തി അഹിബ്ബ വഅവാന എന്ന് പറയാം. അടുത്തത് റത്തിബിൽ ജുമൽ, ഈ സെൻറ്റൻസ് ഓർഡറിലാക്കാനാണ്. അഷായറു സാറ ഷഹീറൻ, സാറ നമ്മൾ പഠിച്ചാണ്. അപ്പം എങ്ങനെ വരും? സ്വാറ അഷായറു ഷഹീറൻ, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇത് സ്വാറയുടെ ഖബറാണ്, ഫതഹ് തൻവീനുള്ളത്. അപ്പോൾ അത് അവസാനം വരുള്ളൂ കേട്ടോ, സ്വാറ ആദ്യം വരും എപ്പോഴും. അടുത്തത് അസ്ബഹയാണ്. അപ്പോൾ മുഅ്തദിലൻ തൊഖസു അസ്ബഹ, ക്ലൈമറ്റ് എന്താണ്? ബാലൻസ് ആയി എന്നാണ്. അപ്പോൾ അസ്ബഹ അത്തൊഖസു മുഅ്തദിലൻ, ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് എഴുതേണ്ടത്. അടുത്തത് അജിബ് അൻ അർബഅത്തി അസ്ഇല, താഴെയുള്ളതിൽ 4 8 മുതൽ 10 വരെയുള്ള 4 ഉത്തരം എഴുതാനാണ്. ഉക്തുബ് കമാഫിൽ മിസ, ഉദാഹരണത്തിലുള്ളതുപോലെ. മിസാൽ എന്താണ്? അൻത തബസുമു ജമീലൻ, ഇവിടെ അൻത വന്നതുകൊണ്ട് ബസമ എന്തായി? തബസുമു എന്നായി. അൻത തബസുമു. അങ്ങനെയാണെങ്കിൽ അൻതും വന്നാൽ ലഇബാണ് ഇവിടെ ഉള്ളത്. അപ്പം അൻത അൻതും ലഇബ് തും അല്ലേ, ലഇബ്തും ഫിൽ മൈദാൻ എന്നാവും. ദഹബയാണ് ഇവിടെ. അപ്പം അന ദഹബ്തു, അന അല്ലല്ല, ഒരു മിനിറ്റ് കേട്ടോ മക്കളെ, ഇവിടെ മുലാരിയാണ് പറയേണ്ടത്. തബസുമ മുലാരിയാണ്. അപ്പം അൻതും പറഞ്ഞാൽ അൻതും തൽഅബൂന എന്നാണ് വരിക. എങ്ങനെയാണ്? അൻതും തൽഅബൂന. ഇവിടെ അനയാവുമ്പോൾ അന അസ്ഹബു, ബസമ മുലാരി ആയിട്ട് മാദി ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന അദ്ഹബു ഇലൽ മദ്രസ. അൻതുമാ 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 എന്ന് പറഞ്ഞാൽ 2 ആളുണ്ട്. അപ്പൊ തഖ്റ ആനി, എങ്ങനെ? തഖ്റ ആനി അൽ കുത്തുബ, അപ്പൊ തഖ്റ ആനി എന്ന് വരും. ഓക്കെ, ഇനി അക്മിലിൽ ജദ്വൽ, ഇത് പൂർത്തിയാക്കാനാണ്. മുഫ്രദ് അല്ലേ, മുഖാത്തബ് മുസന്ന, മുഫ്രദ് മുസന്ന ജമ്മ എഴുതാനാണ് അല്ലേ. അപ്പൊ ഇതിൽ അമിൽ തുമ എന്നാണ്. അമിൽ തുമ, അപ്പോൾ അമിൽ ത, അമിൽ തുമ, അമിൽ തും, അമിൽ തി, അമിൽ തുമ, അമിൽ തുന്ന, അമിൽ തു, അമിൽന. ഏതുപോലെ? എന്താണ്? ഇതുപോലെ അല്ലേ.
ദഹബ്ത, ദഹബ്തുമാ, ദഹബ്തും, ദഹബ്തി, ദഹബ്തുമാ, ദഹബ്തുന്ന, ദഹബ്തു, ദഹബിന. അപ്പോൾ ഇവിടെ അത് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ വരുന്നത് അമിലയാണ്. അപ്പോൾ അമിൽത്ത, അമിൽത്തുമാ, അമിൽത്തും, അമിൽത്തി, അമിൽത്തുമാ, അമിൽത്തുന്ന, അമിൽത്തു, അമിൽന എന്ന് എഴുതാം. ഓക്കെ. അടുത്തത് അഇദ് ഇസ്തിബിയാന ലിൽ മുഖാബലത്തി മഅ നൂറ അൽ മത്രൂഷി. നൂറ അൽ മത്രൂഷിയുമായിട്ട് എന്ത് ചെയ്യണം? അവരുമായിട്ട് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി, അവരൊരു എന്താണ് വിമാനയാത്രി പൈലറ്റാണ് അല്ലേ, ബഹിരാകാശ യാത്രിക കൂടിയാണ്. അവരുമായിട്ട് ഇൻ്റർവ്യൂ നടത്താനാണ് പറയുന്നത്. അപ്പോൾ അവരോട് ചോദിക്കേണ്ടത് അൽ ഉസ്ര ഫാമിലിയാണ്, അദ്ദിറാസ പഠനം, അൽ ഇൻജാസ് അച്ചീവ്മെൻറ്റ്, അൽ ജവായിസ് അവാർഡുകൾ, അൽ റിസാല മെസ്സേജ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇതല്ല ഇസ്തിബിയാനുണ്ട്. ഉസ്ര ചോദിക്കുമ്പോൾ മിൻ ഫദ്ലിക അഖ്ബിർനി അൻ ഉസ്രത്തിക്, നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് പറയാമോ? അതുപോലെ എങ്ങനെയും ചോദിക്കാം. കം ഉദൂവൻ ഫി ഉസ്രത്തിക്. ഇനി ദിറാസ, അടുത്തതിൽ ദിറാസിയാണോ? ദിറാസ അല്ല, ദിറാസിയാണ്. അപ്പോൾ നമുക്ക് അയിന കാന ദിറാസത്തുക അല്ലെങ്കിൽ അയിന ദറസ്തി എന്നാണ് ചോദിക്കുക, ഗേളായതുകൊണ്ട് അല്ലേ. മൂറാൽ മത്രൂഷി ഒരു മോന്നസ് ആയതുകൊണ്ട്. പിന്നെ വിലാദ് എന്താണ്? ഇവിടെ ഉസറത്തി കീ എന്നാണ് വേണ്ടത് കേട്ടോ. ഫി ഉസറത്തി കീ എന്നാണ് വേണ്ടത്. കായല്ല, കായ ആണിനോടാണ്. വിലാദ അയിന ഉലിത്തി വൽ മത്താ ഉലിത്തി. ഇനി ഇൻജാസാത്ത്, മാഹിയ ഇൻജാസാത്തു, താങ്കളുടെ അച്ചീവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? പിന്നെ റിസാല മെസ്സേജ് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കാം? എന്താ ജായിസ് ചോദിക്കുമ്പോൾ എന്താണ്? മതാ ഹസൽത്തുൽ ജായിസ്, എപ്പോഴാണ് അവാർഡ് കിട്ടിയത്? ഇനി മെസ്സേജ് ചോദിക്കുമ്പോൾ മാഹിയ റിസാലാത്തുക്കുലിൽ ബനാത്ത്, പെൺകുട്ടികളോട് താങ്കൾക്ക് എന്താണ് മെസ്സേജ് ഉള്ളത്? അങ്ങനെ ചോദിക്കാം കേട്ടോ. മൽ ജവായിസ്, മാ റിസാല, മൽ ഇൻജാസാത്ത്, ഐന ദിറാസ, മൻഫിൽ ഉസ്ര. ഇത്രയും സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഇനി 11 ഇഖ്റ തർജമത്ത് നജീബ് മഹ്ഫൂദ് വ അബ്ബി അൽ ഇസ്തിമാറ. ഇവിടെ നജീബ് മഹ്ഫൂദിൻ്റെ പ്രൊഫൈൽ വായിച്ച് ഫോം പൂരിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ ബയാനാത്ത് ഷഖ്സിയ. ഇവിടെ നജീബ് മഹ്ഫൂദ്, അദ്ദേഹത്തിന് മുഴുവൻ പേരുണ്ട്, കാത്തിബ് മിസ്രി, ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. യുവദ്ദു അവല മിസ്രിയൻ വ അറബിയൻ ഹസല അല ജായിസത്ത് നോബൽ. ആദ്യമായിട്ട് അറിയുന്നതാണ് മിസ്രിയായ അറബിയായ ഒരു വ്യക്തിയാണെന്ത്, നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഉലിദ ഫി ഡിസംബർ 1900 ഫിൽ കാഹിറ, കൈറോയിലാണ് ജനിച്ചത്. വക്കാന ഉദൂവൻ അൽ അക്കാദമി അൽ അമേരിക്ക, അമേരിക്കൻ അക്കാദമിയുടെ മെമ്പർ കൂടിയാണ്. വാലിദുഹു അബ്ദുൽ അസീസ് ഇബ്രാഹിം, അബ്ദുൽ അസീസ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ഫാത്തിമ വാലിദത്തുഹു ഫാത്തിമ, ഫാത്തിമയാണ്. തൂഫിയ ഫി 30 ഓഗസ്റ്റ് 2005, 2006 ഓഗസ്റ്റ് 30 അവർ മരണപ്പെട്ടു അല്ലേ, അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിൽ മുഴുവൻ പേര് ഇത്രയും വരും അല്ലേ. അഹമ്മദ് അൽ പാഷ, നജീബ് മഹ്ഫൂദ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ് പാഷ എന്ന് വരും. പിന്നെ ഇസ്മുൽ അബ്, അപ്പയുടെ പേര് വാലിദുഹു എന്നുണ്ട് അല്ലേ. അപ്പോൾ അബ്ദുൽ അസീസ് ഇബ്രാഹിം ഇത്ര എഴുതണം. ഇനിയോ ഇസ്മുൽ ഉമ്മയുടെ പേര് ഫാത്തിമ. അടുത്തത് ആമുൽ മീല, ജനിച്ച വർഷം 1911 അല്ലേ. ജായിസ, അവാർഡ് ഏതാണ്? ഏതിന് അവാർഡ് കിട്ടിയതാണ്? ജായിസത്തു നോബൽ. പിന്നെ താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ് ഫുൾ എഴുതണം, ഓഗസ്റ്റ് 30 എഴുതണം. ഓക്കെ. ഇനി തഖയ്യൽ അഹ്വാല ഖറിയത്തിക ബഅദ 20 സന വഅദ് ബയാനൻ ഹൗലഹു. നിങ്ങളുടെ നാടിലെ ഖറിയത്തിൻ്റെ അവസ്ഥ എത്ര 20 കൊല്ലത്തിന് ശേഷം എന്താകും എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ 2ാമത്തെ യൂണിറ്റിലൊക്കെ ഉള്ള അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്കെങ്ങനെ എഴുതാം? ഇല്ല, നമുക്കതെങ്ങനെ എഴുതാം? അൽ അസ്ബഹത്തിൽ ഖറിയത്തുൽ ഖദീമത്തു മദീനത്തൻ കബീറ, അത് ഒരു വലിയ പട്ടണമായി മാറും. വസാറത്തിൽ അഖ്വാഹു സഗീറ ബുയൂത്തിൻ ആലിയ, കുടിലുകൾ വലിയ വീടായി. മുസവ്വദത്തുൻ ബിൽ കഹ്റുബ, കരണ്ടൊക്കെ വന്നു. തഗയ്യറ മൻദറുൽ കറിയ, ഗ്രാമത്തിൻ്റെ കാഴ്ച മാറി. ഫഖല്ലത്തിൽ ഹുക്കൂലു വസിറാ, കൃഷി കുറഞ്ഞു. വതസായത്തിൽ മബാനിൽ ആലിയ വ ഷവാരികൾ വാസിയ, വലിയ കെട്ടിടങ്ങളും റോഡുകളും വികസിച്ചു. വന്തഷറത്തിൽ മദാരിസു വൽ മുസ്തഷ്ഫിയാത്ത് വൽ മതാജിർ വൽ മസാനി ഫി കുല്ലി മക്കാൻ, എല്ലായിടത്തും ആശുപത്രികളും കച്ചവട സ്ഥാപനങ്ങളും. വർത്തഫാത്തിൽ അബ്റാജു വൽ മബാനി, വലിയ വലിയ
കെട്ടിടങ്ങളും ബുർജുകളും. ബുർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടകൾ കേട്ടോ. വന്തഷറത്ത് ടെക്നോളജിയ ഫി കുല്ലി ബൈത്ത്, എല്ലാവിടെയും എന്താണ്? വലിയ ടെക്നോളജി. വസാറന്നാസ് ഇസ്തഅ്മലുൽ ജവ്വാലാത്ത് വൽ ഹാസുബാത്ത് ഫി അഅ്മാലിഹിം വ തഅലീമിഹിം, പഠനത്തിന് എന്താണ്? എല്ലാ മേഖലയിലും കമ്പ്യൂട്ടറും ഫോണും. വലാക്കിൻ ഹാദിഹി തഗയ്യുറാത്ത് അസ്സറത്ത് അല ത്വബിയ, പക്ഷെ ഇത് പ്രകൃതിയെ ബാധിച്ചു. ഫഖത്ത് കല്ലത്തിൽ അഷ്ജാർ, മരം കുറഞ്ഞു. വജഫ ബഅദു അൻഹാർ, എന്ത് ചെയ്തു? നദികളിൽ വെള്ളം പറ്റി. വകല്ലത്തിൽ മസാഹാത്തുൽ ഖളറ, എന്താണ്? പച്ച നിറഞ്ഞ തോട്ടങ്ങൾ ഇല്ലാതായി. വസാദത്തി സയാറാത്ത് വൽ മസാനി, എന്ത് ചെയ്യും? മറ്റേ ഫാക്ടറികൾ കൂടി. ഫലൗവസത്തിൽ ബീഹു വൽ മിയാഹു വൽ ഹവ, അന്തരീക്ഷവും വെള്ളവും മലിനമായി. ഇതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇത് വളരെ സിമ്പിളായിട്ട് എഴുതിയാണ് കേട്ടോ. ഇനി അടുത്തത് 12, ഇഖ്റഅൽ ഖബറൽ അൽ ഖബറൽ ആജിൽ വഇദ്ദ മിസ്ലഹു അൽ മുനാസിബത്ത് താലിയ. ഇവിടെ എന്താണ്? തബ്ദഉൽ മെഹ്റജാൽ മദ്രസി, സ്കൂൾ കലോത്സവം അല മുസ്തവൽ വിലായ എന്നാണ് കേട്ടോ. മുസ്തവ അൽ വിലായ എന്നാണ്. ഇത് അൽ വസായിൽ എന്നൊക്കെ തെറ്റാണ് കേട്ടത്. സംസ്ഥാനതലം എന്താണ്? കലോത്സവം നടക്കുന്നു എന്നാണ്. ജൂൺ 21 മുതൽ തൃശ്ശൂരിൽ നടക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അൽ മുനാസബ എന്ന വാക്കില്ല, ഒഴിവാക്കണം. അൽ മുസ്തവ ഇവിടെ, പിന്നെ അൽ വസായിലിന് പകരം അൽ വിലായ എന്നാണ് കേട്ടോ. അൽ മുനാസബയും ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ഇനി ഇതേപോലെ അൽ മെഹ്റജാൻ റിയാദി അൽ മദ്രസി ലിഉമൂമി കേരള, ലിഉമൂമി കേരള എന്ന് ഇവിടെ വേണമെങ്കിൽ ചേർക്കാം. അൽ മെഹ്റജാൻ മദ്രസി ലിഉമൂമി കേരള, സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്താം. അപ്പോൾ ഇവിടെ ഇതെങ്ങനെ പറയാം? ഇതേപോലെ തന്നെ പറയാം. തബ്ദഉ അൽ മെഹ്റജാൻ റിയാദി ലിഉമൂമി കേരള മുൻദു, ഇവിടെ ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ഫീ തൃശ്ശൂർ എന്നുള്ളവിടെ ഫീ കാലിക്കറ്റ് എന്നോ ഫീ പാലക്കാട് എന്നോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ എഴുതിയത് നമുക്ക് പൂർത്തിയാക്കാം. ഓക്കെ. ഇനി നാലാമത്തെ അജിബാൻ അറുബത്തെ അസ്ഇല, നാലെണ്ണത്തിൽ 4 ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം ഇഖ്റഅൽ ഫിഖ്റ വ അജിബാനിൽ അസ്ഇലതി ലതി തഹ്തഹ, പാരഗ്രാഫ് വായി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം ഖളൈതു മസാൽ യൗം ബി ലഫത്തിൻ നഹർ ഫി ഖറിയത്തി, ഇന്നലെ വൈകിട്ട് ഞാൻ എൻ്റെ എന്താണ് ഗ്രാമത്തിലെ നദീതീരത്ത് ചെലവഴിച്ചു. മാ അജ്മല നഹർ, എത്ര മനോഹരമാണ് നദി. യജ്രി ബി മാ ഇൻ അസ്റഖിൻ സാഫിൻ, നല്ല തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളം ഒഴുകുന്നു. തുസയ്യിനുഹു ഷംസുൽ മസാ, വൈകുന്നേരത്തെ സൂര്യൻ അതിന് ഭംഗിയാക്കി. അൽ ഔലാദു യലഅബൂന ബി ഫറഹിൻ, കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നു. വൽ കിബാറു യതമത്തഊന ബി ലഅബിഹിം, വലിയവർ കണ്ട് ആസ്വദിക്കുന്നു. തഊദു തുയൂറു ഇലാ ഇശാഷിഹ, പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങുന്നു. യഹ്ദുർ റുആത്തു വൽ മവാഷി ഇലൽ ഹലായിർ, ഹലായിർ എന്ന് പറഞ്ഞാൽ ലുവായി ലായല്ലാട്ട ത്വാലായാണ്. അതായത് ഈ റുആത്ത് ആട്ടിടിയന്മാർ ആട്ടിൻപറ്റങ്ങളെ അല്ലെങ്കിൽ നാൽക്കാലികളെ തൊഴുത്തിലേക്ക് ആനയിക്കുന്നു. ഉദ്നാമിൻ ലഫത്തിൻ നഹർ, നദീതീരത്തുനിന്ന് ഞങ്ങൾ മടങ്ങി. കബല ഇന്തിഷാർ ലൊലാമില്ലേ, രാവ് എന്താണ് പരക്കുന്നതിന് മുമ്പ്. അതിനെ കളയിത്ത മസാലി, ഇന്നലെ എവിടെയാണ് നിങ്ങൾ ചെലവഴിച്ചത്? അല്ലെ, ബി ലഫത്തി അന്നഹർ, നദീതീരത്ത്. മാതാ തുസയ്യുനു മാ ഉന്നഹർ, നദിയിലെ വെള്ളത്തെ അലങ്കരിക്കുന്നത് എന്താണ്? ഷംസുൽ മസാ, അല്ലെ, തുസയ്യിനുഹു ഷംസുൽ മസാ, വൈകുന്നേര സൂര്യൻ. ഇല അയിന തഊദു തുയൂർ, കിളികൾ എവിടേക്ക് പോകുന്നു? ഇല ആയിഷാഷിഹ. ഇല അയിന തർജിവൽ മവാഷി, മവാഷികൾ എവിടേക്കാണ് പോകുന്നത്? ഇലൽ ഹലായിർ, ത്വാലായാണ് കേട്ടോ, ഈലായല്ല, സ്വാലായല്ല. ഓക്കെ. ഇനി 13 ബദ്ദിൽ ജാബിർ മക്കാന ഫാത്തിമ, ഫാത്തിമയുടെ സ്ഥാനത്ത് ജാബിർ വെക്കാൻ, എന്നിട്ട് പാരഗ്രാഫ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഫാത്തിമ ദാരിസത്തുൻ മിസാലിയ, ഫാത്തിമ ഒരു മാതൃകാ വിദ്യാർത്ഥിനിയാണ്. തദറുസു ഫി സഫിൽ ആഷിർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തദ്ഹബു ഇലൽ മദ്രസ, സ്കൂളിലേക്ക് പോകുന്നു. ബിഹൽ ഹാഫില, ബസ്സിൽ. ഉബൈത്തുഹ ഫിൽ ഖറിയ, ഗ്രാമത്താണ് അവളുടെ വീട്. വലഹ സലാസത്തു ഇഖ്വാൻ, അവൾക്ക് 3 സഹോദരന്മാരുണ്ട്. വഹും യദ്റുസൂന ഫി മദ്രസത്തിൽ ഖറിയ, ഗ്രാമത്തിലെ എവിടെയാണ്?
സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഈ ഫാത്തിമയുടെ സ്ഥാനത്ത് എന്ത് വെക്കണം? ജാബിർ എന്ന് വെക്കണം. അപ്പം എങ്ങനെ വരും? ജാബിറുൻ ദാരിസുൻ. ദാരിസത്തുൻ എന്തായി? ദാരിസുന്നായി. മിസാലിയത്തുൻ എന്നുള്ളത് മിസാലിയുൻ എന്നാകും അല്ലേ? തദുറുസു എന്താകും? ജാബിറായി കഴിഞ്ഞാൽ യദുറുസു എന്നാകും. ഫിസഫുൽ ആഷിറിൽ മാറ്റം വരില്ല. തദ്ഹബു എന്നുള്ളത് യദ്ഹബു എന്നാകും. ഇലൽ മദ്രസ ബിൽ ഹാഫിലത്തി വ ബൈത്തുഹ, അവളുടെ വീട് എന്നാണ് ഫാത്തിമയുടെ. ഇവിടെ അവരുടെ ജാബിയുടെ വീട് എന്നല്ല പറയേണ്ടത്. അപ്പോൾ ബൈത്തുഹു ഫിൽ കറിയ. വലഹ എന്നുള്ളത് വലഹു ആകും. സലാസ്തു ഇഖ്വാൻ. വഹും എന്നുള്ളത് അതങ്ങനെ തന്നെയാണ് കേട്ടോ, അത് മാറ്റില്ല. അവർ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്നുള്ളൂ. ഇനി അഇദ്ദ മുദക്കിറത്തൻ തഗയ്യുറാത്തുൽ മുനാഖിയ ഫി നിഖാത്തി താലിയ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് എഴുതാൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇതാണ് തഗയ്യുറാത്തുൽ മുനാഖ്. തഗയ്യുറാത്തുൽ മുനാഖ് ഹഖീഖത്തുൻ മുഖീഫ ഫിൽ ആലമിൽ മുഅസ്സർ, ആധുനിക ലോകത്ത് വലിയൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? ഹിയ തഹവുലാത്തുൻ തൊവീലത്തുൽ അമദ് ഫി ദർജാത്തിൽ ഹറാറ വ അൻമാത്തി തൊഖസ് അലാ കൗകബിൽ അർള്. നമ്മുടെ ബുക്കിലുള്ള വാചകങ്ങളാണ് അല്ലേ? ഊഷ്മാവ് മാറുന്നതും കാലാവസ്ഥ വ്യതിയാനവും ഒക്കെയാണ്. ഹിയ തുഹദ്ദിദ് ഖിയാമൽ ഹയവാനാത്ത്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത് ഭീഷണിയാണ്. ലഹ അസ്ബാബും കസീർ അലി തഗയ്യുറാത്തുൽ മുനാഖ്, ക്ലൈമറ്റ് ചേഞ്ചിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അസ്ബാബും ബിഇയ മിസ്ലൽ ബുർഖാൻ, എന്താണ് നാച്ചുറൽ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബുർഖാൻ അഗ്നിപർവ്വത സ്ഫോടനം, വൽ ഫയദാൻ വെള്ളപ്പൊക്കം, വ ഹരീഖുൽ ഖാബ കാട്ടുതീ, അതുപോലെ അസ്ബാബും ബി കസ്ബി ഐദുൽ ഇൻസാൻ മനുഷ്യന്മാരുടെ കരങ്ങൾ കൊണ്ടുണ്ടാകുന്നത്, മിസ്ല തൽവീസ് മലിനീകരണം, വൈസാലത്തുൽ ഖാബാത്ത് വനം വെട്ടിമുറിക്കൽ, വൽ ജിബാൽ മലകൾ, വൈസ്തിഖ്ദാമുൽ പ്ലാസ്റ്റിക് ഉപയോഗം, വന്നിഫ്ത് പെട്രോള്, ബിലാ ഹുദൂദ് ലിമിറ്റില്ലാതെ യൂസ് ചെയ്യുക. ലി തഗയ്യുറാത്തുൽ മുനാഖ് തഖ്സീറാത്തുൻ ഖതീറ ഫിൽ ബിയ, വലിയ എന്താണ് എഫക്റ്റ് ഉണ്ടാവും എന്താണ് പ്രകൃതിയിൽ. സതർഫു ദർജത്തുൽ ഹറ, ചൂട് കൂടും. വ തസീദുൽ ജഫാഫ് വൽ കഹത്ത് എന്താണ് മകളെ? കഹത്ത് എന്ന് പറഞ്ഞാൽ വരൾച്ചാട്ട. വ തുഫ്സിദു നിളാമൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ സിസ്റ്റം ആകെ തകരും. ഫയജിബു അല ജമീഅ ദുവൽ അൽ ഖിയാം ബി തൗഇയ, എല്ലാ രാഷ്ട്രങ്ങളും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണം. വൻ നഷാത്താത്തുൽ ലാസിമ, ആവശ്യമായ നടപടികൾ ചെയ്യണം. മിസ്ല തഷ്ജീർ, മരം വെച്ച് പിടിപ്പിക്കുക. വൽ മുഹാഫലത്ത് വലൽ ബിയ, പ്രകൃതിയെ സംരക്ഷിക്കുക. മിന തൽവീസ്, എന്തിൽ നിന്ന്? എൽ തൽവീസ് എന്താ മക്കളെ? മാലിന്യം അല്ലേ? പൊല്യൂഷൻ. അടുത്ത ചോദ്യം, ഉഖ്തീറ സ്വദീഖുക ഉളൂവൻ ഫിൽ ബർലമാനിൽ മദ്രസ, നിങ്ങളുടെ സ്കൂൾ പാർലമെൻറ്റിൽ നിങ്ങളുടെ കൂട്ടുകാരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അഇദ്ദ റിസാലത്തൻ തുഖ്ബിറുഹു തഹനിയ വ തബ്രീകത്ത്, അവനെ അഭിനന്ദനം അറിയിച്ചിട്ട് ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ്. ആശംസാ കത്ത് എഴുതാനാണ്. നമുക്കത് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഉഹന്യഉക അലാ ഫൗസിക ഫി ഇന്തിഖാബാത്തി ബർലമാനിൽ മദ്രസ, സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്നെ അഭിനന്ദിക്കുന്നു. അന്ത ഫഖുർ ഫരീഖിക വൽ മദ്രസ, സ്കൂൾ ഗ്രൂപ്പിൽ നീ അഭിമാനമാണ്. ഇസ്തമിർ ഫിൽ അമലു വൽ ഇജ്തിഹാദ് ലി തുഹഖിക നജാഹാത നുഖറ, വേറെയും വിജയങ്ങൾ കിട്ടാൻ നീ നന്നായി വർക്ക് ചെയ്യുക എന്നർത്ഥത്തിൽ നമുക്ക് പറയാം കേട്ടോ. ഇനി തർത്തിബൽ ജുമല ഹത്ത തസീറ ഹിക്കായ, ഈ സെൻറ്റൻസുകൾ ഓർഡറാക്കി കഥയാക്കി മാറ്റാനാണ്. സഅലൻ നാസു അൻ ഖസ്രി, അദ്ദേഹത്തിൻ്റെ ഖസറിനെ കുറിച്ച് ചോദിച്ചു. ഒരു ദിവസം കിസ്റയിലെ ഒരു ദൂതൻ മദീനയിലേക്ക് വന്നു ഖലീഫയെ കാണാൻ. വലം യകുൻ ഹൗലഹു ഹുറാസ്, അവൻ്റെ ചുറ്റും കാവൽക്കാരില്ല. ഫഖാല റസൂൽ കിസ്റ കൗലഹുൽ മഷ്ഹൂർ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ വചനം പറഞ്ഞു. അദൽ തയാ ഉമർ വാമിൻത ഫനിംത, താങ്കൾ നീതി കാണിച്ചു, അതുകൊണ്ട് താങ്കൾ എന്താണ് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റി. ഫവജദഹു നായിമൻ അലർ റംലിൽ ഉറങ്ങുന്നത് കണ്ടു, മണ്ണിൻ്റെ മുകളിലെ. ഫഅഖ്ബറഹു ബി അന്നഹു യസ്കുനു ഫി ബൈത്തിൻ ക ബുയൂത്തിൽ ഫുഖറ, ഫക്കീറുകളുടെ വീട്ടിൽ താമസിക്കുന്നതുമായിട്ട് അദ്ദേഹത്തെ കണ്ടു. ഫഅഖ്ബറ, അതായത് അയാൾ അറിയിച്ചു, അദ്ദേഹം ഒരു ഫക്കീർ, ദരിദ്രൻ്റെ വീട് പോലത്തെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു. ദഹബ റസൂൽ കിസ്റ ഇല ബൈത്തുൽ ഖലീഫയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഏതോ ഒന്ന് വരിക, ആദ്യം അയാൾ വന്നത് അല്ലേ, ഇതാണ് പറയുക. ഒന്നാമത് അയാൾ വന്നു അല്ലേ, പിന്നെ ജനങ്ങളോട് അയാൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചു.
അപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹം സാധാരണ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എന്തായി, അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം അവിടെ അങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടു. അദ്ദേഹത്തിന് ചുറ്റും ആരുമില്ല. അത് ഈ ഓർഡറിൽ വരും. പിന്നെ അവസാനത്തെയാണ് ഇത് വരിക. ഓക്കെ, അപ്പോൾ 1, 2 അല്ലേ, പിന്നെയോ 3, 4, 5, 6, 7 ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറുകളും. ഇതുപോലെ ഇനിയും ചോദ്യപേപ്പറുകൾ ചാനലിൽ വരും. മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.